ഹായ് ഫ്രണ്ട്സ്, മഴതോരം മുമ്പേ സീരിയലിൽ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയെ ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ വീട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം ഈ വിവരങ്ങൾ അറിഞ്ഞ് സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളും കൊളുത്തുപുഴയിലെ സ്റ്റാൻലിയുടെ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവബഹുലമായ ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ ഇന്ന് പറയുന്നത്. അങ്ങനെ അലീന വന്ന് 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഉച്ച കഴിഞ്ഞ നേരത്ത് സ്റ്റാൻലിയുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു കാർ വരുന്നുണ്ട്. ആ സമയം അവിടുത്തെ കാര്യസ്ഥനായ ആൻ്റപ്പൻ ഇറങ്ങിച്ചെന്ന് അത് ആരാണെന്ന് നോക്കുകയും അത് സ്റ്റാൻലിയുടെ മകൾ ഡാനിയയും അത് സ്റ്റാൻലിയുടെ ഭാര്യയുടെ സഹോദരിയായ റീത്താമ്മയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇവരെ കണ്ടപ്പോൾ തന്നെ ആൻ്റപ്പൻ നേരെ ഓടി ചെല്ലുന്നത് സ്റ്റാൻലിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, കേണൽ സാറേ, ഡാനിയമോളും റീത്താമ്മ കൊച്ചമ്മയും വന്നിട്ടുണ്ട്. സ്റ്റാൻലി സോഫയിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ആണോ? എന്നിട്ടവർ എവിടെ? അത് പിന്നെ സാറേ, അവരിപ്പോ അങ്ങ് വന്നിറങ്ങിയിട്ടേ ഉള്ളൂ. ആ, അതിനിപ്പോ എന്താടോ? അവർ വരട്ടെ, എന്തായാലും താൻ പോയി തന്റെ പണി നോക്ക് എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു പഠിക്കാണ് കേട്ടോ സ്റ്റാൻലി. അകത്തേക്ക് കയറി വന്ന ഡാനിയമോളും റീത്താമ്മയും ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്, എവിടെയാടോ നിങ്ങളുടെ കേണൽ സാറ്? കേണൽ സാർ ആ മുറിയിലുണ്ട് കൊച്ചമ്മേ എന്ന് പറയുമ്പോഴേക്കും അവർ സ്റ്റാൻലിയുടെ മുറി ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ എന്തോ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അവർ ഇങ്ങോട്ടേക്ക് ഇപ്പൊ വന്നിട്ടുള്ളതെന്നൊക്കെയുള്ളത് ആൻ്റപ്പന് മനസ്സിലാവുകയാണ്. സ്റ്റാൻലിയുടെ മുറിയുടെ ഡോറിൽ മുട്ടുമ്പോഴേക്കും സ്റ്റാൻലി അവരോട് അകത്തേക്ക് കയറി വരാൻ പറയുകയാണ് കേട്ടോ. ഡാനിയയും റീത്താമ്മയും അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. സ്റ്റാൻലി സോഫയിൽ തന്നെ ഇരിക്കുകയാണ്. സ്റ്റാൻലിയുടെ മുമ്പിലുള്ള ടീപ്പോയിൽ മദ്യക്കുപ്പികളും ചുറ്റുമുള്ള സോഫയിൽ നായ്ക്കളും ഇരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ റീത്താമ്മ ചുറ്റും നോക്കിയിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ്. സ്റ്റാൻലിയുടെ മകൾ ഡാനിയ അയാളോട് ഗുഡ് ഈവനിങ് പപ്പ എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ് ഈവനിങ് മോളെ എന്ന് അയാൾ തിരിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. റീത്താമ്മേ, ഗുഡ് ഈവനിങ്, ഇരിക്കൂ എന്ന് സ്റ്റാൻലി പറയുമ്പോഴേക്കും റീത്താമ്മ പറയുന്നുണ്ട്, ഈ പട്ടികളൊക്കെ നിറങ്ങിയ സോഫയിലാണോ ഞങ്ങൾ ഇരിക്കേണ്ടത്? റീത്താമ്മയുടെ ആ ചോദ്യത്തിന് സ്റ്റാൻലി മറുപടി പറയുന്നുണ്ട്, അതിന് റീത്താമ്മേ, ഇതൊക്കെ നല്ല അന്തസ്സുള്ള പട്ടികൾ തന്നെയാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും റീത്താമ്മ പറയുന്നുണ്ട്, നോക്ക് സ്റ്റാൻലി, ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. സ്റ്റാൻലി ഏതൊരു വെപ്പാട്ടിയെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ. ഇത് കേട്ടപാട് സ്റ്റാൻലിക്ക് അങ്ങ് ദേഷ്യം വന്ന് മുഖമൊക്കെ ചുമക്കുന്നുണ്ട്. സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നേക്കാം. മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ മുറിയിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോയിക്കോണം. ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീയാണെന്നൊന്നും ഞാൻ നോക്കില്ല, ഇവിടുന്ന് അടിച്ചു പുറത്താകും എന്ന് സ്റ്റാൻലി വളരെ ദേഷ്യത്തോടെ തന്നെ റീത്താമ്മയോട് പറയുമ്പോഴേക്കും റീത്താമ്മ പറയുന്നുണ്ട്, നീ ഇപ്പൊ കാണിച്ച ഈ മര്യാദകേട് അത് കാണിച്ചപ്പോ നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? നീ ഏതൊരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ പെണ്ണ് ഏതാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, ഇങ്ങനെ അന്തസ്സായി ചോദിച്ചാൽ അന്തസ്സുള്ള മറുപടി ഞാനും അങ്ങ് തരും. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അവൾ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ? എന്നാ കേട്ടോ, അവൾ എന്റെ മകളാണ്, ഈ സ്റ്റാൻലി ജോസഫിന്റെ മകൾ എന്നിങ്ങനെ പറയുമ്പോഴേക്കും റീത്തമ്മ പിന്നെയും ചോദിക്കുന്നുണ്ട്, ഇതാണോ സ്റ്റാൻലി അന്തസ്സുള്ള മറുപടി? അല്ല, നിനക്കിപ്പോ എത്ര മക്കളുണ്ട് എന്നിങ്ങനെ റീത്താമ്മ ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്കിപ്പോ 4 മക്കളുണ്ട്. ഞങ്ങളുടെ അറിവിൽ ഇത്രയും നാളും നിനക്ക് 3 മക്കളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ ഒരെണ്ണം എവിടുന്ന് വന്നു? എന്റെ സഹോദരി എൽസമ 3 കുഞ്ഞുങ്ങളെയല്ലേ പ്രസവിച്ചിട്ടുള്ളൂ. പിന്നെ ഈ 4ാമത്തെ കുട്ടിയുടെ കാര്യം അത് എനിക്ക് അങ്ങോട്ടേക്ക് അത്ര മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഇനി അറിയാതെ സ്റ്റാൻലി വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ റീത്താമ്മ. അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, എൽസമ അല്ലാതെ മറ്റൊരു സ്ത്രീയും കൂടി സ്റ്റാൻലിയുടെ മക്കളെ പ്രസവിച്ചിട്ടുണ്ടെന്ന് കരുതിയാൽ മതിയെന്ന്. അപ്പോഴേക്കും സ്റ്റാൻലിയുടെ വർത്താനം കേട്ട് ഡാനിയയ്ക്കും അതുപോലെ റീതാമ്മയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇത് എവിടുത്തെ അന്തസ്സാ സ്റ്റാൻലി? ഇത് നായകയുടെ അന്തസ്സിനെ പറ്റി നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, ഇതെന്താ നിങ്ങളുടെ പട്ടാളക്കാരന്റെ അന്തസ്സാണോ അതോ കൊട്ടാരമറ്റം തറവാടിന്റെ അന്തസ്സാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ റീതാമ്മ. റീതാമ്മയുടെ ഓരോരോ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സ്റ്റാൻലിക്ക് പിടിച്ചു നിൽക്കാനും കഴിയുന്നില്ല. അതോടൊപ്പം നല്ല ദേഷ്യവും വരുന്നുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും എന്നുള്ള കാര്യം സ്റ്റാൻലിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. റീതാമ്മയുടെ ചോദ്യങ്ങളൊക്കെ ന്യായമായ ചോദ്യങ്ങൾ തന്നെയാണ്. ഏതൊരാളും തന്നോട് ഇതേപ്പറ്റി ഇങ്ങനെ തന്നെ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരോട് വെറുതെ തർക്കിച്ചിട്ടും കാര്യമില്ല എന്ന് സ്റ്റാൻലിക്ക് തന്നെ തോന്നുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലി തന്നെ റീതാമ്മയോട് പറയുന്നുണ്ട്, റീതാമ്മയ്ക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? വെറുതെ ഇവിടെ കിടന്നിങ്ങനെ വായിട്ടലക്കേണ്ട കാര്യമൊന്നുമില്ല. റീതാമ്മയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തന്നിരിക്കും എന്നൊക്കെ പറയുകയാണ്. അല്ല, ഇനി എത്ര വെപ്പാട്ടിമാരും മക്കളും ഇങ്ങോട്ടേക്ക് വരാനുണ്ട്? അതറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്നിങ്ങനെ റീത്താമ്മ പിന്നെയും ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. ഇങ്ങനെ മോശമായ രീതിയിലൊന്നും നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. അതുപോലെ വെപ്പാട്ടി എന്നുള്ള പ്രയോഗമൊന്നും ഇവിടെ നിങ്ങൾ പ്രയോഗിക്കേണ്ടെന്നും പറയുകയാണ്. റീത്താമ്മ പിന്നെയും ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നീ അതിന് ഉത്തരം പറ സ്റ്റാൻലി. ഇതുവരെ ഇല്ലാത്ത മകൾ ഇപ്പൊ എവിടുന്ന് പൊട്ടിമുളച്ചുണ്ടായി? ഇത്രയും നാളും നിനക്ക് ഇങ്ങനൊരു മകൾ ഇല്ലായിരുന്നല്ലോ, പെട്ടെന്ന് നിനക്ക് എങ്ങനെയാ ഇത്രയും വലിയൊരു മകളുണ്ടായേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി തന്നെ പറഞ്ഞുതരാം. എൽസമയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. എന്തിനാടാ എന്റെ എൽസമയുടെ ജീവിതം കൂടി നീ തകർത്തത്? നിനക്ക് അവളെ തന്നെ വിവാഹം കഴിച്ച് ജീവിച്ചൂടായിരുന്നോ?
സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ തന്നെയായിരുന്നു, പക്ഷേ അന്നത് നടന്നില്ല. ഇത് കേട്ടപാടെ റീത്താമ്മ പറയുന്നുണ്ട്, ഓഹോ അങ്ങനെയാണോ, അപ്പോ എൽസമ്മയും മക്കളും ഇനി എന്ത് ചെയ്യണമെന്നും കൂടി നീ തന്നെ അങ്ങ് പറഞ്ഞേക്ക്. സ്റ്റാൻലി പറയുന്നുണ്ട്, അവരോട് ഒന്നും ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ അവര് ജീവിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങ് ജീവിച്ചാ മതി. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട സമയത്ത് ഞാൻ തന്നെ ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ കാശ് കൊടുത്ത് എൽസമ്മയും മക്കളെയും ഒതുക്കാവുന്നതാണോടാ നീ വിചാരിച്ചേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് റീത്താമ്മ വീണ്ടും. എന്നാലും നിനക്ക് ഇങ്ങനൊരു പൂർവ്വകാലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല. എന്റെ എൽസമ്മയോടും മക്കളോടും ഇങ്ങനെ ഒരു ചതി നീ ചെയ്യാൻ പാടില്ലായിരുന്നു സ്റ്റാൻലി. എന്തായാലും ഇത് ഇച്ചിരി കടുത്ത കഴി തന്നെ ആയിപ്പോയി. ഇനി എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? നീ പറഞ്ഞ ആ കൊട്ടാരമറ്റത്തിന്റെ അന്തസ് ഇതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും നീ ഒന്ന് കരുതിയിരുന്നോ സ്റ്റാൻലി, ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് വരും. അന്ന് എന്റെ കൂടെ എൽസമ്മയും ഉണ്ടാവും. എന്തായാലും ഇതിനെ ഇങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. എന്റെ എൽസമ്മയോടും മക്കളോടും നിങ്ങൾ കാണിച്ച ഈ ചതിക്ക് നിങ്ങളെക്കൊണ്ട് തന്നെ ഞങ്ങൾ ഉത്തരം പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് റീത്താമ്മ ഡാനിയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുന്നത്. വാ മോളെ, ഇനി എന്ത് കാണാൻ ഇവിടെ നിൽക്കുന്നത്? ഇങ്ങനൊരു അച്ഛന്റെ മകളായി ജനിച്ചതാ നീയൊക്കെ ചെയ്ത തെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഡാനിയുടെ കൈയും പിടിച്ചോണ്ട് റീത്താമ്മ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. തന്റെ അച്ഛൻ അമ്മയോട് ഇതുപോലെ ഒരു ചതി ചെയ്തിട്ടുണ്ടാവുമെന്ന് ഡാനി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇതറിയുമ്പോൾ ഡാനിക്ക് നല്ല വിഷമവും സങ്കടവും ആവുകയാണ് കേട്ടോ. അവര് റൂമിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ആന്റപ്പനെ കാണുന്നുണ്ട്. എന്നിട്ട് ആന്റപ്പനോട് ചോദിക്കുന്നുണ്ട്, എന്തിയോടാ അവൾ എവിടെയാ? അവളെ ഇങ്ങോട്ടേക്ക് വിളിക്ക്, അവളെ ഒന്ന് ഞാൻ കാണട്ടെ. എന്റെ ആൻസിമ്മയുടെയും മക്കളുടെയും ജീവിതം നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവളല്ലേ, അവളെ ഒന്ന് കാണട്ടെ. അവൾ ഇയാളുടെ ആരാന്നുള്ളത് ഞാൻ അവളോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ കുട്ടി റൂമിലുണ്ട് കൊച്ചമ്മേ എന്നും പറഞ്ഞ് റൂം കാണിച്ചു കൊടുക്കുമ്പോഴേക്കും റീതാമ്മയും ഡാനയും കൂടെ നേരെ അലീനയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അവർ ഭയങ്കര അധികാരത്തോടെ തന്നെയാണ് അലീനയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നത്. അവരെ കാണുമ്പോഴേക്കും അലീനയും ആകെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അവരാരാണെന്ന് പോലും അലീനയ്ക്ക് അറിയില്ലല്ലോ. രണ്ട് അപരിചിതർ റൂമിൽ കയറി നിൽക്കുന്നു. കുളി കഴിഞ്ഞിറങ്ങി വരുന്ന അലീനയെ കാണുമ്പോഴേക്കും അവർക്കും ആകെ ഷോക്കാകുന്നുണ്ട്. ഏതാണ്ട് അലീനയുടെ അതേ ഒരു ഷേപ്പ് തന്നെയാണ് ഡാനിയയ്ക്കും ഉള്ളത്. രണ്ടുപേരെയും ഒന്ന് നോക്കിയ ശേഷം അലീനയെ അടിമുടി നോക്കുകയാണ് റീത്താമ്മ. അലീനയെ കണ്ടപാടെ അവർക്കും ഇതിൽ എന്തൊക്കെയോ വശവശം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. സ്റ്റാൻലിയുടെ അമ്മയെ വർഷങ്ങൾക്ക് മുമ്പ് ഈ റീത്താമ്മ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അതേ ഒരു മുഖഛായ അലീനയ്ക്കുള്ളതായിട്ട് അവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അലീനയെ കണ്ടപാടെ സ്റ്റാൻലി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് അവർക്ക് തന്നെ തോന്നുകയാണ്. എന്നിട്ടും കുറച്ച് ഗൗരവത്തോടെ തന്നെ റീത്താമ്മ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താടി നിന്റെ പേര്? അലീന ഒരു ഭയത്തോടെ തന്നെ പേര് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് റീത്താമ്മ ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലിയുടെ സ്വത്തുക്കളൊക്കെ മോഹിച്ചല്ലേടി നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? പക്ഷേ നീ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. നീ ഒരു കാര്യം ഓർത്തോ, 2 മാസം പോലും നീ ഇവിടെ തികച്ചു നിൽക്കില്ല. അതിനു മുമ്പ് ഞാൻ ഇവിടെ നിന്ന് നിന്നെ അടിച്ചു പുറത്താക്കും. നീ നോക്കിയിരുന്നോ, എന്റെ എൽസമ്മയും മക്കളെയും ചതിച്ചവനെ ഞാൻ അങ്ങനെയൊന്നും വെറുതെ വിടാൻ പോണില്ല. ഇതിനൊക്കെ ഞാൻ അവനെ കൊണ്ട് മറുപടി പറയിപ്പിക്കും എന്നിങ്ങനെ റീത്താമ്മ പറയുമ്പോഴേക്കും അലീനയ്ക്ക് നല്ല ഭയമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അലീനയ്ക്ക് അത് സ്റ്റാൻലിയുടെ ഭാര്യ, വീട്ടുകാരും മകളും ഒക്കെ ആണെന്നുള്ളത് മനസ്സിലാവുന്നത്. എന്നിട്ടും അലീന ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ആരാ? എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. എന്താ നിങ്ങളുടെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, എന്താ പ്രശ്നം നിനക്കറിയില്ലേടി? ഞങ്ങൾ ആരാന്നുള്ളത് ഇനി നീ അറിയാൻ പോകുന്നതേയുള്ളൂ എന്നും പറഞ്ഞ് അലീനയെ വീണ്ടും ദേഷ്യപ്പെട്ട് തന്നെ തുറച്ചു നോക്കുകയാണ് അവര്. ഡാനിയെയും അലീനയെ തുറച്ചു നോക്കി ഒന്ന് പേടിപ്പിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. രണ്ടുപേരും അലീനയുടെ നേരെ ഉറഞ്ഞുള്ളി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും ആന്റപ്പൻ അത് കണ്ടോണ്ട് തന്നെ അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആന്റപ്പനെ കണ്ടപാടെ തന്നെ അലീന ചോദിക്കുന്നുണ്ട്, ഇപ്പൊ വന്നിട്ട് പോയില്ലേ, അവരാരാ? അപ്പൊ ആന്റപ്പൻ പറയുന്നുണ്ട്, അത് പിന്നെ മോളെ, അത് കേണൽ സാറിന്റെ മകളും ഭാര്യയുടെ സഹോദരി റീത്താമ്മ കൊച്ചമ്മയുമാണ്. അലീന പറയുന്നുണ്ട്, ആണോ? എനിക്ക് അവരെ അറിയില്ലായിരുന്നു ആന്റപ്പേട്ട. അവളെന്റെ സ്വന്തം അനുജത്തിയായിരുന്നോ? അവളോട് എനിക്കൊന്നും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ ആന്റപ്പേട്ട എന്നിങ്ങനെ ഒരു സന്തോഷത്തോടെയും സങ്കടത്തോടെയും തന്നെ അലീന പറയുന്നുണ്ട്. ആന്റപ്പൻ പറയുന്നുണ്ട്, എന്റെ കുഞ്ഞ്, അതിനോടൊന്നും മിണ്ടാത്തത് തന്നെയാ നല്ലത്. മനുഷ്യജീവികളോടെല്ലാം വെറുപ്പാണെന്ന് തോന്നും, അത്രയ്ക്കാ അതിന്റെയൊക്കെ വായുതി വീഴുന്ന സംസാരം. അപ്പൊ അലീന ചോദിക്കുന്നുണ്ട്, അതെന്താ ആന്റപ്പേട്ട? പാപ്പയുടെ ഭാര്യ എന്താ ഇങ്ങോട്ടേക്ക് വരാതെ അനീതിയെ പറഞ്ഞു വിട്ടേക്കുന്നത്? അത് എന്താന്ന് മനസ്സിലായില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആന്റപ്പൻ പറയുന്നുണ്ട്, എന്റെ കുഞ്ഞ് എന്നോട് അതേക്കുറിച്ചൊന്നും ചോദിക്കരുത്. അതെന്താണെന്നൊക്കെ കേണൽ സാറിനോട് തന്നെ ചോദിക്കുന്ന നല്ലത് എന്നും പറഞ്ഞ് ആന്റപ്പൻ അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് റീത്താമ്മ വീട്ടിലെത്തി സ്റ്റാൻലിയുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ സ്റ്റാൻലിയുടെ ഭാര്യയായ എൽസമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എൽസമ്മയോടും മക്കളോടും ആ വീട്ടിലുള്ള എല്ലാവരോടും തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് റീത്താമ്മ. റീത്താമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ട് സ്റ്റാൻലിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും അതുപോലെ ഭാര്യ സഹോദരന്മാർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്.
എലിസമ്മയുടെ ആങ്ങളമാർ പറയുന്നുണ്ട്. ഓഹോ, അയാൾക്കപ്പോൾ ഇതുപോലൊരു പൂർവ്വകാലം ഉണ്ടായിരുന്നു അല്ലേ? അയാളെയും അവളെയും വെറുതെ വിടരുത്. എലിസമ്മയെ ചതിച്ച് അയാളെ ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വയസ്സാം കാലത്ത് ഇതുപോലൊരു നാണക്കേട് അയാൾ ഉണ്ടാക്കിയല്ലോ. എന്തായാലും ആ പെങ്കൊച്ചിനെ അവിടെ വാഴിക്കാൻ പറ്റത്തില്ല. അതിനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അറിയിക്കാനുള്ളവരെ എല്ലാം അറിയിക്കണം. ഇത് നമുക്ക് എന്തായാലും ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. നമ്മുടെ എലിസമ്മയെ ചതിച്ച ആളെ അങ്ങനെ വെറുതെ വിട്ടാലൊക്കുവോ? എന്തായാലും നാളെ തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് വലിയൊരു പ്രശ്നമാക്കണമെന്നൊക്കെ തന്നെ എലിസമ്മയുടെ ആങ്ങളമാരും പറയുന്നുണ്ട്. വലിയ പട്ടാളക്കാരനാണ്, കേണലാണ്, അന്തസ്സുള്ള തറവാട്ടിലെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണോ അയാൾ ഇതുപോലൊരു ചെറ്റത്തരം കാണിച്ചത് എന്നിങ്ങനെ അവർ ദേഷ്യപ്പെട്ട് പറയുമ്പോഴേക്കും എലിസമ്മയാണെങ്കിലും ഒരു നിസ്സഹായ അവസ്ഥയോടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവധിക്കുട്ടിച്ചായ നേരെ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്തായാലും വല്യപ്പച്ചന് അലീനയെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ വല്യപ്പച്ചൻ വരുമ്പോഴേക്കും തന്നെ അലീന വല്യപ്പച്ചന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ആഹാ, വല്യപ്പച്ചൻ എന്താ ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അത് പിന്നെ മോളെ, ഞാൻ ചുമ്മാ വന്നതാ, എനിക്ക് മോളെ കാണണം തോന്നി, അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങ് പോന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവതക്കുട്ടിച്ചായൻ. എനിക്ക് എന്റെ ചിന്നമ്മയെ മറക്കാൻ പറ്റുമോ മോളെ? ചിന്നമ്മയുടെ ഓർമ്മ വരുമ്പോൾ എനിക്കിപ്പോൾ മോളെ കാണണമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ മോളുടെ അടുത്തേക്ക് ഓടി എത്തിയെന്നൊക്കെ അവതക്കുട്ടിച്ചായൻ പറഞ്ഞുകൊണ്ട് തന്നെ അലീനയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തൊക്കെയാ മോളെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ? ഞാൻ പോയതിനു ശേഷമുള്ള വിശേഷങ്ങളൊക്കെ പറ, വല്യപ്പച്ചൻ കേൾക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും റീതാമയും അതുപോലെ ഡാനിയമോളും ഒക്കെ വന്ന കാര്യങ്ങൾ, എന്നിട്ട് അവര് മോളോട് എന്താ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, 2 മാസം പോലും എന്നെ ഇവിടെ തികച്ചു വാഴിക്കില്ലെന്നാ പറഞ്ഞേക്കുന്നത്. പപ്പയുടെ ഭാര്യേനെയും മക്കളെയും ഞാൻ ചതിച്ചെന്നാ പറയുന്നത്. എന്നെ ഇവിടുന്ന് ഓടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാ പോയേക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവതക്കുട്ടിച്ചായം പറയുന്നുണ്ട്, അയ്യോ മോളെ, അപ്പൊ അവരൊക്കെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞോ? നീ ലാലിച്ചന്റെ മകളാണെന്നുള്ള കാര്യം അവരെങ്ങനെ അറിഞ്ഞു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പപ്പ തന്നെ അവരോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. വിവാഹത്തിന് മുമ്പ് പപ്പയ്ക്ക് ഒരു സ്ത്രീയുമായി അഫെയർ ഉണ്ടായിരുന്നുവെന്നും ആ ബന്ധത്തിൽ ജനിച്ച കുട്ടിയാണെന്നും പപ്പ തന്നെ അവരോട് പറഞ്ഞതെന്നൊക്കെ പറയുകയാണ് അലീന. ഇനിയിപ്പോ അവരടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല മോളെ. ഇതിന്റെ പേരിൽ എന്തായാലും അവരൊരു പ്രശ്നം ഉണ്ടാക്കും. എന്ത് കേട്ടാലും തല്ലാനും കൊല്ലാനും നിൽക്കുന്നവരാ ലാലിച്ചന്റെ ഭാര്യ വീട്ടുകാര്. കാര്യങ്ങളുടെ ഗൗരവം ഒന്നും നോക്കാതെ എല്ലാം കൂടി ഇടിച്ചു കയറി ഇങ്ങി വരും. പിന്നെയും കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് വല്യപ്പച്ചൻ വിഷമിക്കണ്ട. വല്യപ്പച്ചൻ അറിയാമല്ലോ, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അല്ല ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി അവരെല്ലാരും കൂടെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും ഞാൻ സന്തോഷത്തോടെ തന്നെ ഇവിടുന്ന് പടി ഇറങ്ങും വല്യപ്പച്ച. അല്ലാതെ ആരുടെയും കുടുംബം നശിപ്പിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ അലീന പറയുന്നത് കേട്ട് അവതക്കുട്ടിച്ചായന് സങ്കടം വരികയാണ് കേട്ടോ. അവതക്കുട്ടിച്ചായനാകെ സങ്കടത്തോടെ തന്നെ അലീനയെ നോക്കുകയാണ്. എന്നാലും കുഞ്ഞിനെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അലീനയെ ചേർത്ത് പിടിക്കുകയാണ് അവതക്കുട്ടിച്ചായൻ. അല്ലാണ്ട് ഞാൻ ആരുടെയും ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല വല്യപ്പച്ച. എനിക്ക് ഒന്നും വേണ്ടതാനും. എനിക്ക് ജീവിക്കാനുള്ള വകയൊക്കെ ഞാൻ ജോലി ചെയ്ത് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരുടെയും സ്വത്തിനോടോ പണത്തിനോടോ ഒരു മോഹവും ഇല്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ജനിപ്പിച്ച അച്ഛനെ അമ്മയും കാണണം എന്നുള്ളത്. എന്നാൽ അതിപ്പോൾ നടക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകേണ്ടി വന്നാലും പോകാനും ഞാൻ തയ്യാറാണ് വല്യപ്പച്ച എന്നിങ്ങനെ നിറകണ്ണുകളോട് തന്നെ അലീന പറയുമ്പോൾ അവതക്കുട്ടിക്ക് പിന്നെയും സങ്കടം വരികയാണ്. അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ. മോളെ അങ്ങനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. കഴിഞ്ഞ 23 വർഷം ആരോരുമില്ലാതെ അനാഥാലയത്തിലല്ലേ മോള് ജീവിച്ചത്. ഒരുപാട് പ്രതിസന്ധികൾ മോള് ജീവിതത്തിൽ അനുഭവിച്ചു. എന്നാൽ ഇനി മോളെ അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തള്ളിവിടാൻ ഞാനും ലാലിച്ചനും ഉദ്ദേശിക്കുന്നില്ല മോളെ. ഞാൻ പറഞ്ഞു ചോദിച്ചാലും ലാലിച്ചൻ നിന്നെ കൈവിടുമെന്ന് തോന്നുന്നില്ല. അവൻ നിന്നെ എങ്ങോട്ടേക്കും വിടില്ല. അവന് നിന്നെ അത്രമാത്രം ഇഷ്ടമാണ്. അതുകൊണ്ടാ അവൻ നിന്റെ അടുത്ത് ഒന്നും എതിർത്ത് പറയാത്തത് തന്നെ. എന്തായാലും അവരെന്താ പറയുന്നത് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറയുകയാണ് അവതക്കുട്ടിച്ചായൻ. ഞാൻ എന്തായാലും ലാലിച്ചനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ലാലിച്ചനെ കാണാനായിട്ട് കയറി പോവുകയാണ് അവതക്കുട്ടി. വല്യപ്പച്ചൻ സ്റ്റാലിയുടെ റൂമിലേക്ക് കയറി പോയതിനു ശേഷം അലീന അവിടെ ഇരുന്ന സങ്കടത്തോടെ തന്നെ ആലോചിക്കുകയാണ്. ഈശ്വര, ഞാൻ ചെന്നതിന് ശേഷമാണ് എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇനി എൻ്റെ പാപ്പയുടെ ജീവിതവും ഞാൻ കാരണം പ്രശ്നത്തിലാവുകയാണല്ലോ എന്നും പറഞ്ഞ് അലീന ഒരുപാട് സങ്കടപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ വല്യപ്പച്ചനും സ്റ്റാലിയും കൂടെ റീതാമ്മയും ഡാനിയമ്മളും ഒക്കെ വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എൽസമ്മയുടെ സഹോദരിയും സഹോദരന്മാരും ഒന്നും ഇതിനെങ്ങനെ നിസ്സാരമായി കാണില്ലടാ മോനെ. അവരിത് വലിയൊരു പ്രശ്നമാക്കും, നിനക്കറിയാവല്ലോ. എന്ത് പ്രശ്നം ഉണ്ടായാലും തല്ലാനും കൊല്ലാനും നോക്കുന്ന വീട്ടുകാരാ അവര്. അതുകൊണ്ട് നമ്മൾ ഇക്കാര്യം ഇച്ചിരി ഗൗരവത്തോടെ തന്നെ കാണണം എന്നൊക്കെ വല്യപ്പച്ചൻ പറയുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ച എനിക്ക് അവരാരെയും പേടിയില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അലീനയെ ഒരിക്കലും കൈവിടില്ല. എൻ്റെ മോളെ വീണ്ടും അനാഥാലയത്തിലേക്ക് തള്ളിവിടാൻ എനിക്കാവില്ല. ഇത്രയും നാളും അവൾക്ക് കിട്ടാതെ പോയതെല്ലാം ഇനിയെങ്കിലും അവൾക്ക് കൊടുക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ 3 മക്കളെ പോലെ തന്നെയാണ് ഞാൻ അവളെയും കണ്ടേക്കുന്നത്. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ഞാൻ അവൾക്ക് വേണ്ടിയും ചെയ്യും.
അവളും എൻ്റെ ചോരയല്ലേ വല്യപ്പച്ച, പിന്നെ എനിക്ക് അവളെ തള്ളിക്കളയാനാകുമോ എന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. സ്റ്റാൻലിയുടെ ആ ഒരു മാനസികാവസ്ഥയും ആ സംസാരവും ഒക്കെ കേട്ടിട്ട് അപ്പച്ചനും നല്ല വിഷമാവുന്നുണ്ട്. എന്തു വന്നാലും നമുക്ക് നേരിടാം മോനെ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഈ അപ്പച്ചൻ നിന്റെ കൂടെ തന്നെ നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പും കൂടി സ്റ്റാൻലിക്ക് നൽകുന്നുണ്ട് അപ്പച്ചൻ. അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം കുറേയധികം വാഹനങ്ങൾ അങ്ങോട്ടേക്ക് വരികയാണ്. അവതക്കുട്ടി തലേ ദിവസം അവിടെ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് ഈ വാഹനങ്ങളുടെ ശബ്ദം കേട്ട് അവതക്കുട്ടി ജനലിൽ വന്ന് നോക്കുന്നുണ്ട്. കുറച്ചധികം വാഹനങ്ങൾ മുറ്റത്ത് വന്ന് നിർത്തിയിരിക്കുകയാണ്. വല്യപ്പച്ചൻ ജനലിൽ കൂടെ നോക്കുന്ന കണ്ട് അലീന ചോദിക്കുന്നുണ്ട്, ആരാ വല്യപ്പച്ച വന്നതെന്ന്. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, മോളെ ഇങ്ങോട്ട് വാ മോളെ, ഇത് ആരൊക്കെയാ വന്നേക്കുന്നത് നീ ഒന്ന് നോക്ക് എന്നിങ്ങനെ പറയുക. എന്നിട്ട് അലീന വന്ന് നോക്കുമ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട്, ഇതെന്താ വല്യപ്പച്ച ഇത്രയധികം വാഹനങ്ങള്, 3 കാറും 2 ജീപ്പും ഒക്കെ ഉണ്ടല്ലോ. അല്ല, ഇത്രയും പേര് ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ സംശയത്തോടെ അലീന ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവതക്കുട്ടിച്ചായം പറയുന്നുണ്ട്, അത് സ്റ്റാലിയുടെ ഭാര്യ വീട്ടുകാരാണ് മോളെ. ഓരോരുത്തരായിട്ട് തന്നെ കാറിൽ നിന്നും ജീപ്പിൽ നിന്നും ഒക്കെ ഇറങ്ങി വരികയാണ്. രണ്ടുപേരും ജനലിൽ കൂടെ ആരൊക്കെയാണ് വരുന്നതെന്നുള്ളത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പള്ളിയിലച്ഛനും രാഷ്ട്രീയക്കാരും അതുപോലെ സ്റ്റാലിയുടെ ഭാര്യ സഹോദരന്മാരും ഒക്കെ ഉണ്ട്. അവരോടൊപ്പം തന്നെ സ്റ്റാലിയുടെ ഭാര്യയും മക്കളും കൂടിയുണ്ട്. അപ്പൊ അവതക്കുട്ടിച്ചായൻ അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ അലീന, ഇതാണ് സ്റ്റാലിയുടെ ഭാര്യയും മക്കളും. ഇന്നലെ അവരിവിടെ വന്ന് മോളെ കണ്ട് മോൾ ആരെന്നൊക്കെയുള്ളത് അന്വേഷിച്ചിട്ടല്ലേ പോയത്. എന്തായാലും അവരിതൊരു പ്രശ്നമാക്കാനുള്ള വരവാ, അല്ലെങ്കിൽ ഈ പള്ളിയിലച്ചന്മാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എൽസമയും മക്കളും ഉണ്ട്. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും, മോൾ ആ റൂമിൽ തന്നെ പോയിരുന്നു. അപ്പച്ചൻ വിളിക്കുമ്പോൾ മോൾ ഇറങ്ങി വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അലീനയെ മുറിയിലേക്ക് എന്നെ കയറ്റി വിടുകയാണ് അവതക്കുട്ടിച്ചായൻ. അവർ രണ്ടും കൽപ്പിച്ചാ വന്നേക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവതക്കുട്ടിച്ചായൻ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുകയാണ്. കർട്ടന്റെ മറവിലൂടെ തന്റെ പപ്പയുടെ ഭാര്യനെയും തന്റെ അനിയത്തിമാരെയും നോക്കി കാണുകയാണ് അലീന. കർട്ടന്റെ മറവിലൂടെ അലീന അവരെ നോക്കുന്നത് എൽസമ്മയുടെ പുറകിൽ നിന്ന് ടെൽസ മോള് കാണുകയും, അതായത് സ്റ്റാലിയുടെ മകള് കാണുകയും കൈ ചൂണ്ടി ദേ ആ പെണ്ണവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് കേട്ടോ എൽസമ്മയുടെ അടുത്ത്. എൽസമ്മ അത് കേട്ട ഉടനെ തന്നെ അലീനയെ അടിമുടി നോക്കുകയും ചെയ്യുന്നുണ്ട്. വെറുപ്പോടെയും ദേഷ്യത്തോടെയുമാണ് അവർ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കുന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് റീത്താമ്മ കയറി വരുന്നുണ്ട്. അലീനയെ നോക്കി നിൽക്കുന്ന എൽസമ്മയോട് റീത്താമ്മ പറയുന്നുണ്ട്, കണ്ട അലവലാദികളൊക്കെ നോക്കി നിൽക്കാതെ നീ ഇങ്ങോട്ടേക്ക് വാ എൽസമ്മേ, നമുക്ക് ആദ്യം കാണേണ്ടത് നിന്റെ ഭർത്താവ് സ്റ്റാൻലി അല്ലേ എന്നൊക്കെ പറഞ്ഞ് റീത്താമ്മ എൽസമ്മയും കൂട്ടി സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം സ്റ്റാൻലിയുടെ ഇളയ മകൾ ടെൽസമോൾ അവിടെ ഉണ്ടാവും. 17 വയസ്സുണ്ടെങ്കിലും അവൾക്ക് അതിനനുസരിച്ച് ബുദ്ധി വളർച്ചയൊന്നുമില്ല. അവൾ കൊഞ്ചിക്കൊഴിഞ്ഞ് പുഞ്ചിരിച്ചോണ്ട് തന്നെ അലീനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്റെ പപ്പയുടെ മകള് തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീനയുടെ കണ്ണുകളൊക്കെ അങ്ങ് നിറയുകയാണ്. അലീനയ്ക്ക് എന്തും മറുപടി പറയണമെന്നറിയാതെ അലീന ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. ഇത്രയും പേരിങ്ങനെ ഒത്തുകൂടിയിരിക്കുമ്പോൾ അലീന അവിടെ എന്ത് മറുപടി പറയാനാണ്? സ്വന്തം പപ്പയ്ക്ക് വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകളാണ് ഞാനെന്ന് ഇവരോട് പറയാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ അലീന ഒരക്ഷരം പോലും മിണ്ടാതെ അവിടുന്ന് മാറിപ്പോവുകയാണ്. സ്റ്റാൻലിയുടെ ഭാര്യ മക്കളും ഭാര്യ വീട്ടുകാരും അതുപോലെ പള്ളിയിലച്ഛനും പിന്നെ രാഷ്ട്രീയക്കാരും എല്ലാം വന്ന വിവരം അവതക്കുട്ടിച്ചായൻ ചെന്ന് സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന വിവരം അറിഞ്ഞ് സ്റ്റാൻലി താഴേക്കിറങ്ങി വരികയും ചെയ്യുന്നുണ്ട്. എല്ലാവരും സോഫയിൽ ഇരിക്കുന്ന കാണുമ്പോഴേക്കും സ്റ്റാൻലി എല്ലാവരെയും വരണം എല്ലാവരും എന്താ ഒന്നിച്ച് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അവരോടൊരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ വരവ് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ, ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാം എന്നിങ്ങനെ സ്റ്റാൻലി പറയുമ്പോഴേക്കും എല്ലാവരും ഒരു പുച്ഛഭാവത്തോടെ തന്നെ സ്റ്റാൻലിയും അവതക്കുട്ടിയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. സ്റ്റാൻലി വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത്? നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ചോദിച്ചോ, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നെ പറയാം എന്നിങ്ങനെ സ്റ്റാൻലി പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും പള്ളിയിലച്ഛൻ തന്നെ സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ ലാലിച്ച ഇവിടെ നടക്കുന്നത്? നിങ്ങൾ ഇപ്പോഴും ഈ വീട്ടിൽ തനിച്ചാണോ താമസം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അല്ല, ഞാൻ ഇവിടെ തനിച്ചല്ല താമസം, എന്റെ കൂടെ വേറെ ചില മനുഷ്യരും അതുപോലെ പക്ഷികളും പട്ടികളും ഒക്കെ ഉണ്ട്. സ്റ്റാൻലിയുടെ മറുപടി കേട്ട് രാഷ്ട്രീയക്കാരിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താ സ്റ്റാലിൻ, നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ? നിങ്ങളുടെ ഭാര്യയും മക്കളെയും അവിടെ തനിച്ചാക്കി നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ അവരുടെ കൂടെ ജീവിക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ അവർക്ക് പ്രത്യേകിച്ച് വിഷമമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തന്നെയുമല്ല എനിക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്നിങ്ങനെ സ്റ്റാൻലി പറയുമ്പോഴേക്കും, നോക്കൂ, എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം. തലയിൽ കുത്തി നിറച്ച ചില അസംബന്ധങ്ങളുമായിട്ട് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. ഞാൻ നിങ്ങളോട് വളരെ മാന്യമായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾ എന്നോട് അപമര്യാദയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാനും അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്ന മറുപടി. നിങ്ങൾ എന്നോട് മാന്യത ഇല്ലാതെയാണ് സംസാരിക്കുന്നതെങ്കിൽ എന്റെ മറുപടിക്കും അത്രയ്ക്കേ മാന്യത ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്ക് തന്നെ എൽസമ്മയുടെ സഹോദരൻ സ്റ്റീഫൻ പറയുന്നുണ്ട്,
നിങ്ങളൊരു പെങ്കൊച്ചിനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, അതെ അതെ സ്റ്റീഫൻ, എനിക്കറിയാം. എന്തായാലും എല്ലാവരും ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ എന്നും പറഞ്ഞിട്ട് തന്നെ സ്റ്റാൻലി അകത്തേക്ക് കയറി പോവുകയാണ്. എന്നിട്ട് റൂമിലേക്ക് ചെന്ന് അലീനയെ കൂട്ടിയാണ് കേട്ടോ സ്റ്റാൻലി തിരിച്ചിറങ്ങി വരുന്നത്. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ അലീനയെ നിർത്തിക്കൊണ്ട് തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഇതുപോലൊരു സന്ദർഭം കിട്ടിയെന്നും വരില്ല. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ നിൽക്കുന്നത് എന്റെ മകളാണ്, പേര് അലീന. ഇപ്പൊ ഇവക്ക് വയസ്സ് 23 കഴിഞ്ഞു. ഔപചാരികമായുള്ള പരിചയപ്പെടുത്തലാണിത്. അന്നേരം അലീന തന്റെ മുമ്പിലുള്ള ആൾക്കൂട്ടത്തേക്ക് നോക്കി തല കുനിച്ച് നിൽക്കുകയാണ്. എല്ലാവരും തന്നെ രൂക്ഷമായിട്ട് നോക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്തു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചോദ്യം ചെയ്യാൻ കേട്ടോ. എന്തായാലും നിങ്ങളുടെ മനസ്സിലുള്ള സംശയം തീർക്കാനായിട്ട് ഞാൻ മുന്നേ കൂടി തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളായ അലീന ഇത്രയും നാളും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുള്ള വിവരം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് എൻ്റെ മകൾ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം പോലും ഞാൻ അറിയുന്നത്. കഴിഞ്ഞ 23 വർഷക്കാലം അവൾ ഒരു ഓർഫണേജിലാണ് വളർന്നത്. എൽസമയെ ഞാൻ മിന്നു ചേർത്തതിന് മുമ്പായി, അതായത് ഞാൻ ആഗ്രയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീയുമായി ലവ് അഫെയർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു മകൾ ജനിച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ മകളാണ് അലീന. പല കാരണങ്ങൾ കൊണ്ട് അത് പരാജയപ്പെട്ടു പോയി, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തേണ്ടി വന്നു എനിക്ക് എന്നിങ്ങനെ സ്റ്റാൻലി പറയുന്നുണ്ട്. ഈ കഥയൊന്നും മുമ്പ് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ എൽസമ്മയുടെ സഹോദരൻ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അന്ന് എനിക്കത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. റീതാമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ഞങ്ങളുടെ എൽസമ്മയെ ഇത്രയും നാളും ചതിക്കായിരുന്നു അല്ലേ? നിന്റെ സ്ഥാനത്ത് ഇവളാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും നിന്റെ പ്രതികരണം എന്നിങ്ങനെ റീതാമ്മ ചോദിക്കുമ്പോഴേക്കും അത് ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് സ്റ്റാൻലിക്ക് തോന്നുകയാണ്. സ്റ്റാൻലി ഒന്നും മിണ്ടാതെ തന്നെ തല കുനിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം സ്റ്റീഫൻ ചോദിക്കുന്നുണ്ട്, ഇവള് നിങ്ങളുടെ മകളാണെന്ന് എന്താ ഇത്ര ഉറപ്പുള്ളതെന്ന്. സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനി സംശയമുള്ളവർക്ക് വേണമെങ്കിൽ DNA ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ എലിസമ്മയുടെ സഹോദരി ആൻമരിയുടെ ഭർത്താവ് മൈക്കിൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം ഓർഫണേജിൽ താമസിച്ച ഇവളെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്? അവിടെ തന്നെ താമസിപ്പിച്ചാ പോരായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ്. സ്റ്റാൻലി പറയുന്നുണ്ട്, 10-23 വർഷക്കാലം അച്ഛനും അമ്മയും ഉണ്ടായിട്ടും ഒരു അനാഥയെ പോലെ ജീവിച്ചവളല്ലേ എന്റെ മകൾ. ഇനിയും എന്റെ മോളെ ഒരു അനാഥയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൾ എന്റെ കൂടെ എന്റെ മകളായിട്ട് ഇവിടെ ജീവിക്കും. അതിനിപ്പോ ആർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും അതൊന്നും ഞാൻ മൈൻഡാക്കാൻ പോകുന്നില്ല. അപ്പോഴേക്കും ഫാദർ ഇടപെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മിസ്റ്റർ സ്റ്റാൻലി, നിങ്ങൾക്കും ഒരു ഫാമിലിയുള്ള വിവരം നിങ്ങൾ മറന്നു പോകരുത്. ഈ കുട്ടിയെ മറ്റെവിടേക്കെങ്കിലും നിങ്ങൾക്ക് മാറ്റി താമസിപ്പിച്ചൂടെ എന്നിങ്ങനെ ഫാദർ ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെ മാറ്റി താമസിപ്പിക്കാനാണെങ്കിൽ എനിക്ക് ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഫാദർ? ഞാൻ ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഇവളുടെ കൂടെ താമസിക്കാനാണ്. അവൾ ഇനിയുള്ള കാലമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം ഫാദർ. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് സ്റ്റാൻലി പറയുമ്പോഴേക്കും അലീനയുടെ കണ്ണുകളങ്ങ് നിറയുകയാണ്. എല്ലാവരും കേൾക്കെ തന്റെ പപ്പ തന്നെ ചേർത്ത് നിർത്തുന്ന കേൾക്കുമ്പോഴേക്കും അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്, മോൾ ഇനി അകത്ത് പോയിരിക്കെ, ഇവരോട് ഞാൻ സംസാരിച്ചോളാം എന്നും പറഞ്ഞ് അലീനയെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്കും എൽസമ്മ പറയുന്നുണ്ട്, നീ എങ്ങോട്ട് പോന്നു? അവിടെ നിൽക്കേടി കൊച്ചേ, നിന്നോടും ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. സ്റ്റാൻലി പറയുന്നുണ്ട്, അവളോട് അകത്ത് പോകാൻ പറഞ്ഞത് ഞാനാണ്. നിങ്ങൾക്ക് എന്ത് കാര്യം ചോദിക്കണമെങ്കിലും എന്നോട് ചോദിക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാനായിരിക്കും പറയുന്നതെന്നൊക്കെ സ്റ്റാൻലി പറയുകയാണ്. ഒരു കാര്യം ഞാൻ എല്ലാവരോടുമായിട്ട് പ്രത്യേകം പറഞ്ഞേക്കാം, അലീനയെ നിങ്ങൾ മോശമായ രീതിയിൽ കാണുകയോ മോശമായ രീതിയിൽ അവളോട് സംസാരിക്കുകയോ ചെയ്യരുത്. എനിക്കത് സഹിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഞാനത് ക്ഷമിച്ചൊന്നും വരില്ല എന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലി പറഞ്ഞിട്ട് അലീനയോട് കയറി പോകാൻ പറയുകയാണ്. അതിനുശേഷം എൽസമ്മയുടെ സഹോദരൻ അച്ചൻകുഞ്ഞ് പറയുന്നുണ്ട്, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ. പക്ഷേ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം സ്റ്റാൻലി. ഇനിയിപ്പോ അത് നിന്റെ സ്വന്തം ചോരയാണെങ്കിൽ ആ കൊച്ചിനെ തള്ളിക്കളയാൻ ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ സ്വത്തിന്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉടനെ എടുക്കണം സ്റ്റാൻലി. നിന്റെ സ്വത്തുക്കളുടെ 3/4 ഭാഗവും നീ നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എഴുതി വെക്കണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പോ എന്റെ മകൾ അലീനയ്ക്കോ? അവളും എന്റെ ചോര തന്നെയല്ലേ, അവക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഇതെല്ലാം. അപ്പോഴേക്കും റീതാമ്മ പറയുന്നുണ്ട്, ഓഹോ, അപ്പൊ അതായിരുന്നു അല്ലേ നിന്റെ മനസ്സിലെ ഉദ്ദേശം? ഇനി അവക്ക് സ്വത്തുകൾ കൂടി കൊടുക്കാത്തതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എവിടുന്ന് വലിഞ്ഞു കയറി വന്നവർക്കൊക്കെ എന്തിനാ സ്റ്റാൻലി ഇത്രയും സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നത്? ഇനി നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ 4/3 എൽസമ്മയ്ക്കും മക്കൾക്കും നിന്റെ ഒരു വക ഷെയർ അത് നീ അവക്കങ്ങ് കൊടുത്തോ. ഇതിന് നീ സമ്മതിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു അവകാശം പറഞ്ഞു പോലും ഞങ്ങൾ ആരും ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പൊ സ്റ്റാൻലി ആകട്ടെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. കൊള്ളാവല്ലോ, അപ്പൊ നിങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശം സ്വത്ത് വീതം വയ്ക്കലായിരുന്നു അല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഭയമുണ്ടല്ലേ, എന്റെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ അലീനയുടെ പേരിൽ എഴുതി വെക്കും എന്നുള്ളൊരു ഭയം കൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും കൂടി ഇപ്പം ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വന്നത്
എന്തായാലും കൊള്ളാം, ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു മറുപടി പറയാം. ഇപ്പൊ എന്റെ സ്വത്തുക്കൾ ഭാഗിക്കാനോ വീതം വെക്കാനോ ഞാൻ തയ്യാറല്ല. സമയമാകുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ തന്നെ തീരുമാനിച്ചോളാം. എന്തായാലും ഇനി ഇതിന്റെ പേരും പറഞ്ഞ് നിങ്ങളാരും ഇങ്ങോട്ടേക്ക് വന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കണ്ട എന്നിങ്ങനെ സ്റ്റാൻലി ദേഷ്യപ്പെട്ട് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും റീത്താമ്മ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാകും? നീ പറയുന്നത് കേട്ട് സമ്മതം മൂളി പോകാനാണോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്റെ ഭാര്യയായ എൽസമ്മയുടെ മക്കളുടെയും എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നീയല്ലേ സ്റ്റാൻലി? അവർക്ക് ചെലവിന് കൊടുക്കേണ്ടതും അവരുടെ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ നോക്കേണ്ടതും നീ തന്നെയാ. അതുപോലെ തന്നെ അവർക്ക് അവകാശപ്പെട്ടതും അവർക്ക് തന്നെ കൊടുക്കണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, ഇത്രയും നാളും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടതൊക്കെ ഞാൻ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ ഭാര്യയുടെ മക്കളുടെയും കാര്യം എങ്ങനെ നോക്കണം എന്നൊക്കെയുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. ഇപ്പൊ എല്ലാരും വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകുന്നതാ നല്ലത് എന്നൊക്കെ സ്റ്റാൻലി ദേഷ്യപ്പെട്ട് തന്നെ അവരോട് പറയുന്നുണ്ട്. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ഇനി എന്റെ തീരുമാനം മാറ്റാനായിട്ട് നിങ്ങളാരും ഇവിടെ നിൽക്കണമെന്നുമില്ല. ഇതേപ്പറ്റി ഇനി ഒരു ചർച്ചയില്ല. വന്നവർക്കൊക്കെ മടങ്ങി പോകാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും തന്നെ ഫാദറും രാഷ്ട്രീയക്കാരും എല്ലാവരും ചാടി എഴുന്നേൽക്കുകയാണ്. അപ്പോഴേക്കും എലിസമ്മയുടെ സഹോദരന്മാര് പറയുന്നുണ്ട്, ഇത് ഇവിടം കൊണ്ട് തീർന്നു എന്ന് നീ വിചാരിക്കണ്ട ലാലിച്ച. ഇതിനൊക്കെ നീ മറുപടി പറയേണ്ടി വരും. എന്തായാലും നീ വിചാരിക്കുന്ന പോലെ അത്ര സ്മൂത്തായിട്ട് ഇതിനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട. ഞങ്ങൾ എന്തായാലും ഇതിന്റെ പിന്നാലെ തന്നെയുണ്ട്. എന്താ ചെയ്യണ്ടേ എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ ലാലിച്ചനെ വെല്ലുവിളിച്ചിട്ടും കൂടിയാണ് എലിസമ്മയുടെ സഹോദരന്മാരൊക്കെ അവിടുന്ന് ഇറങ്ങി പോകുന്നതും. പള്ളിയിലച്ഛനും രാഷ്ട്രീയക്കാരും എല്ലാവരും ലാലിച്ചനെയും അതുപോലെ അവതക്കുട്ടിച്ചായനെയും ഒക്കെ ഒരു പുച്ഛഭാവത്തോടെ തന്നെ നോക്കിയിട്ടും കൂടിയാണ് കേട്ടോ പോകുന്നത്. എന്തായാലും സ്റ്റാലിയുടെ ഭാര്യ വീട്ടുകാർ ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അലീനെ പുറത്താക്കാൻ ഏതറ്റം വരെയും പോകാൻ ഒരു മടിയും കാണിക്കാത്ത കൂട്ടരാണ് അവര്. അതുകൊണ്ട് തന്നെ അലീനെ ഇവിടുന്ന് പുറത്ത് ചാടിക്കുമെന്നും എല്ലാ സ്വത്തുക്കളുടെയും അവകാശം എൽസമ്മയുടെയും അതുപോലെ മക്കളുടെയും പേരിലാക്കുമെന്നൊക്കെ അവര് പറഞ്ഞിട്ടും കൂടിയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഒരു ഉദ്ദേശമാണ് അവരുടെ മനസ്സിലുള്ളത്. എന്തായാലും ഇതുപോലുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ആണ് കേട്ടോ ഇനി മഴതോറും മുംബൈയിൽ വരാനിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. താങ്ക്